IPL-ൽ 2011 പ്ലേ ഓഫ് ഫോർമാറ്റ് അവതരിപ്പിക്കുന്നത്. അതിനുശേഷം ക്വാളിഫയർ 2 കടന്ന് മുന്നേറിയതിനു ശേഷം ഒരു ടീം മാത്രമേ IPL-ന്റെ കിരീടം നേടിയിട്ടുള്ളൂ. ആ ടീമാണ് മുംബൈ ഇന്ത്യൻസ്. എലിമിനേറ്ററിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി മുംബൈ ഇന്ത്യൻസ് IPL-ന്റെ ക്വാളിഫയർ 2-ൽ സ്ഥാനം ഉറപ്പിച്ചിരുന്നു. ഹർദിക് പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ മുംബൈ ഇപ്പോൾ ഫൈനലിൽ ഇടം പിടിക്കാൻ ശ്രേയസ് അയ്യരുടെ പഞ്ചാബിനെ തോൽപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ മുംബൈയുടെ ഈ കുതിപ്പ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ ക്യാമ്പിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. അതിന് വ്യക്തമായ കാരണവുമുണ്ട്. 2011 പ്ലേ ഓഫ് ഫോർമാറ്റ് അവതരിപ്പിച്ചതിനു ശേഷം ക്വാളിഫയർ 2 കടന്ന് മുന്നേറിയ ഒരു ടീം മാത്രമേ IPL-ന്റെ കിരീടം നേടിയിട്ടുള്ളൂ. അത് മുംബൈ ഇന്ത്യൻസ് ആണ് എന്നതാണ് ആ കാര്യം. മുംബൈ ഇന്ത്യൻസ് 2 തവണയാണ് ഈ അപൂർവ നേട്ടം കൈവരിച്ചത്. 2013 മുംബൈ ഇന്ത്യൻസ് ആദ്യ ക്വാളിഫയറിൽ പരാജയപ്പെട്ടെങ്കിലും ക്വാളിഫയർ 2-ൽ തിരിച്ചെത്തി വീണ്ടും മത്സരം വിജയിച്ചു. പിന്നീട് അവർ ഫൈനലിൽ MS ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി അവരുടെ IPL കിരീടം സ്വന്തമാക്കുകയും ചെയ്തു. 2017 വീണ്ടും മുംബൈ അതേ പാത തന്നെയാണ് പിന്തുടർന്നത്. ക്വാളിഫയർ 1-ൽ തോൽക്കുകയും ക്വാളിഫയർ 2-ൽ ഒരു വിജയം ഉറപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഫൈനലിൽ റേസിംഗ് പൂനെ സൂപ്പർ ജയൻസിനെതിരെ നാടകീയമായ വിജയവും 3ാം കിരീടവും അവർ നേടി. മുംബൈ ഇന്ത്യൻസ് IPL ക്വാളിഫയർ 2 കളിക്കുന്നത് ഇത് 4ാമത്തെ തവണയാണ്. 2019 ക്വാളിഫയർ 2-ലൂടെ അവർ ഫൈനലിലെത്തി. പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ ഫൈനലിൽ അവർ പരാജയപ്പെടുകയായിരുന്നു അന്ന് ചെയ്തത്. ജൂൺ 1 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസും പഞ്ചാബ് കിങ്സും തമ്മിൽ ഏറ്റുമുട്ടും. 1ാം ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തി RCB ഫൈനലിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇനി ക്വാളിഫയർ 2-ൽ ജയിച്ച ടീമിനെയാകും RCB ഫൈനലിൽ നേരിടുക. ഈ ഘട്ടത്തിൽ തിരിച്ചുവരവിന്റെയും വിജയത്തിന്റെയും റെക്കോർഡ് മുംബൈ തെളിയിച്ചതിനാൽ പഞ്ചാബ് കിങ്സിന് മാത്രമല്ല മുംബൈ ഇന്ത്യൻസ് എന്തു ചെയ്യാൻ കഴിയുമെന്ന് കൃത്യമായി അറിയാവുന്ന RCBക്കും ഇപ്പോൾ സമ്മർദ്ദം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ RCB ക്യാമ്പിലും ഇപ്പോൾ ആശങ്ക ഉയർന്നിട്ടുണ്ട്. കൂടുതൽ IPL വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.